ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ഡേറ്റ്സ്. ഇന്നൊരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നത്. ഞാനും എൻ്റെ കസിനും കൂടെ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു ഈ വീഡിയോ. സീനറി ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് കീ ചെയിൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അതിലിങ്ങനെ ഒരു സെറ്റായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കീ ചെയിൻസാണ് വരിക. അതിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലേ ആർട്ട് ചെയ്ത് കൊടുക്കാം, സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുക ചെയ്യുന്നത്. 3 ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കീ ചെയിൻസ് എടുത്തിട്ട് അത് 3 തീം വെച്ചിട്ട് പെയിൻറ് ചെയ്യുക, ഒരു ചലഞ്ച് പോലെ. നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് തീം എന്ന് വെച്ചാൽ സീനറി ആയിരുന്നു. ഇഷ്ടമുള്ള സീനറി പിക്ക് റെഫർ ചെയ്തിട്ട് അത് നോക്കി വരയ്ക്കുന്നതായിരുന്നു ടാസ്ക്. കളർ മിക്സിംഗ് ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ചലഞ്ചിങ് ആയിട്ട് വരുന്ന പാർട്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടാളും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഫണ്ണായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അയ്യോ നിൻ്റെ കൊളായി എൻ്റെ കൊളായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ അതിനോട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് സൗണ്ടിനെ ആഡ് ചെയ്യാനായിരുന്നു. പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് തീരെ ക്ലിയർ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് കളറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള കളർ വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. അത് ഇതിലും വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ കയ്യിലുള്ള കളറുകൾ മാത്രം വെച്ചിട്ടാണ് എല്ലാ പിക്ചറും വരച്ചെടുത്തിട്ടുള്ളത്. സീനറി ചൂസ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും ചൂസ് ചെയ്ത് ഏകദേശം ഒരേ ഒരു നൈറ്റ് തീമിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ വൈറ്റ് കളർ തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഷോർട്ട്സ് ചെയ്തില്ലേ, ഫെവിക്കോളും പൗഡറും വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ കളർ കൊണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫസ്റ്റ് വൺ ഞാനും സെക്കൻഡ് വൺ കസിനുമാണ്. അടുത്ത തീം എന്തായിരുന്നു വെച്ചാൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പിക്ചർ വയ്ക്കുക. ഈ ഹാർട്ട് ഷേപ്പിലുള്ള കിച്ചനായിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ രണ്ടാളും റെഫർ ചെയ്ത പിക്ചർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കസിനാണ്. അവളൊരു ക്യാരക്ടർ ബേസ്ഡ് അങ്ങനത്തെ ഒരു പിക്ചറാണ് വരച്ചത്. ഞാൻ വരച്ചത് സ്കൈയും അതിലൊരു കുഞ്ഞു ബലൂണും അങ്ങനെയൊക്കെ ക്യൂട്ടാക്കി എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു ചെയ്തു തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഞങ്ങൾ രണ്ടാൾ സെലക്ട് ചെയ്ത പിക്ചറിലും എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന കളർ ഉണ്ടായിരുന്നു, അതായത് റെഡും വൈറ്റും. ചെയ്ത് തുടങ്ങിയല്ലോ എന്ന് കരുതി പിക്ചർ മാറ്റാനൊന്നും നിന്നില്ല. കയ്യിലുണ്ടായിരുന്ന കളറും പിന്നെ അന്ന് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കളറില്ലേ വൈറ്റ്, അതേപോലെ തന്നെ റെഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. അതുകൊണ്ട് തന്നെ എങ്ങനെ കിട്ടുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഉണ്ടാക്കിയ കളറ് അന്ന് തന്നെ യൂസ് ചെയ്തപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അക്രിലിക് കളറിൻ്റെ അതേ ഫോമാറ്റ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി തിക്കായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രഷിൽ നിന്ന് പെയിൻറ്റിങ്ങിലേക്ക് ഒട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ബ്ലൂ പെയിൻറ്റിങ് എൻ്റേതും ഈ യെല്ലോ പെയിൻറ്റിങ് എൻ്റെ കസിൻ്റേതായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പെയിൻറ്റിങ് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ റെഡ് കളർ കണ്ടോ, നമ്മൾ അന്ന് ഉണ്ടാക്കിയ കളറ്. ആ കളറ് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അടുത്ത തീം എന്ന് വെച്ചാൽ ഫ്ലവർ. ഇഷ്ടമുള്ള ഫ്ലവർ വരച്ചു കൊടുക്കുക. ചലഞ്ച് വീഡിയോ ആയതുകൊണ്ട് തന്നെ രണ്ടാൾക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാണിക്കാണ്ടൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അയ്യോ നിൻ്റെ രസമുണ്ടല്ലോ എൻ്റെ രസമുണ്ടല്ലോ ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ചെയ്ത് തുടങ്ങിയത് തൊട്ട് കഴിയുന്നവരെ നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കസിന് വരച്ചിട്ടുള്ളത്. 3 കളറുള്ള ഫ്ലവറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എനിക്കിത് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചലഞ്ച് വീഡിയോ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. 3 ആളും 3 പിക്ചർ വെച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.